ഇപ്പൊ പൊട്ടിക്കും ആദില പുറത്തായതിനു ശേഷവും അനുമോൾക്കെട്ട എങ്ങനെ പണി വേണം എന്നുള്ള ഉദ്ദേശത്തോട് പോയതാണ്. അനുമോൾക്കെതിരെ ആദിലെ മനസ്സിൽ വിഷം കുത്തിയ ശൈത്യാണ്. അപ്പം ശൈത്യ കാരണം ആദില പുറത്തായി. കൂടുതൽ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഇന്നലെ ആദില പുറത്തായതിനു ശേഷം സമയത്ത് ആദില പറയുന്നുണ്ട് ശൈത്യ പൊട്ടിക്കട്ടെ ആ ലെറ്ററിന്റെ കത്തിന്റെ കാര്യമൊക്കെ പൊട്ടിക്കട്ടെ. എന്നാ അനുമോള് വീട്ടിലെ നമ്പർ എഴുതി കൊടുത്തു, അത് PR നമ്പറാണ് ഉള്ള കാര്യം. പിന്നെ വേറെന്തോ ഒരു കാര്യം അനുമോൾ പറഞ്ഞതായിട്ട് പൊട്ടിക്കട്ടെ എന്ന് പറഞ്ഞു. നിങ്ങൾ എന്താണ് വിചാരിച്ചത്? ജനങ്ങളെല്ലാം മണ്ടന്മാരാണ്. അപ്പോൾ ഉടനെ ശൈത്യ കരഞ്ഞുകൊണ്ടിരുന്ന ശൈത്യ അയ്യോ അത് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ നൂറയാണ് ആദിലെ തടയുന്നത്, അത് വേണ്ട, അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് നൂറയാണ് തടയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി, ഇവർ മൂന്നുപേരും നല്ല കൂട്ടായിട്ട് വന്നപ്പോൾ ശൈത്യക്ക് അത് പിടികിട്ടി. ശൈത്യ കൃത്യമായ അജണ്ടയിൽ അത് പ്ലാൻ ഇതാക്കി അതിൽ കൺവെർട്ട് ചെയ്ത് അത് മാറ്റിയെടുത്തു. അനുമോളുടെ നല്ല ശത്രുവായി ആദില മാറിയിട്ടുണ്ട്. ആദിലേക്ക് പെട്ടെന്ന് ആര് പറഞ്ഞാലും അവരോട് നിൽക്കുന്ന ഒരു സ്വഭാവമാണ് ആദിലേക്ക്. പിന്നെയാണ് ആദിലേക്ക് പറഞ്ഞത്, പിന്നെ വീണ്ടും ഇത് തന്നെ. ഒരിക്കലും അനുമോൾ ഈ മൂന്ന് പേരുമായിട്ട് കൂടരുത് എന്നാണ് പറയാൻ. ഇവർ ഇപ്പം ചതിക്കുന്ന പോലെ ഇവർ വെളിയിറങ്ങി അനുമോൾക്കെതിരെ ഇനിയും ഒരു തിരി, അതിൽ ഒരു സംശയമില്ല. ഇനി ഇന്റർവ്യൂ ഒക്കെ ആയിട്ടുമ്പോൾ അനുമോൾക്കെതിരെ ഇവർ മൂന്ന് പേരും ഒറ്റക്കെട്ടായതുകൊണ്ട് ഉള്ള കള്ളത്തരങ്ങളും ഇല്ലാത്തതും ഉള്ളതും എല്ലാം കൂടെ അവർ കൂട്ടി പറയും. കൃത്യമായ അജണ്ടയോടുകൂടി വന്ന ഒരു ആളാണ് ഈ ശൈത്യ. ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട പോലെ അതിലെ പുറത്താവുകയും ചെയ്തു. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, മറ്റുള്ള മത്സരാർത്ഥികൾ നമ്മൾ പുറത്താകുന്നവരൊക്കെ വരുമ്പോൾ അവർ സന്തോഷകരമായ ഇതിനാണ് വരുന്നത്. അല്ലാതെ അവിടെ വന്ന് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കി എല്ലാവരും കൂടെ അനുവിനെ ഇട്ട് അവിടെ നിൽക്കുന്ന മത്സരാർത്ഥിനെ ആരായിക്കോട്ടെ മത്സരാർത്ഥിനെ അവിടെ ഇട്ട് ഈ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കുകയല്ല ചെയ്യേണ്ടത്. ഇവരുടെ ഈ മൂന്ന് പേരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ വെറും പക്കാ ഫ്രോഡ് ഫ്രണ്ട്ഷിപ്പാണ്. അതിൽ അനു വീഴാതിരിക്കുകയാണെങ്കിൽ അനുവിന് നല്ലത്. അല്ലെങ്കിൽ അനുവിൻ്റെ വീട്ടുകാർ വരുമ്പോൾ പറഞ്ഞു കൊടുക്കുക, ഇവളുമാർ മൂന്ന് പേരുമായിട്ട് വലിയ കണക്ഷൻ വേണ്ട എന്ന് പറഞ്ഞു കൊടുക്കുക. അത് ശരിയായ ഫ്രണ്ട്ഷിപ്പ് അല്ല. ഇപ്പം ഞാൻ നോക്കട്ടെ, ലക്ഷ്മി എന്തെല്ലാം നല്ല കാര്യങ്ങൾ ഇന്നലെ അനുവിനോട് പറഞ്ഞു കൊടുത്തു. ഞാൻ സത്യം പറഞ്ഞ ലക്ഷ്മിയുടെ ഞെട്ടിപ്പോയി. ലക്ഷ്മി ഇങ്ങനൊരു ഇത്രയ്ക്കും നല്ലൊരു മനുഷ്യത്തെയാണ്, ഗുഡ് പേഴ്സൺ. ഇപ്പം എൻ്റെ കൊച്ചു വീഡിയോ അവസാനിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ വീഡിയോയിലേക്ക് ഷെയർ ചെയ്താൽ.